ബേസിക് സയൻസിൽ ഒരു മാർക്ക് പോലും കുറയാതെ ടോപ്പർ ആവാൻ എൻ്റെ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടോ? സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ബേസിക് സയൻസ് ഒരു വില്ലൻ ആവുന്ന കുറേ മക്കളുണ്ട്. മിസ് എന്നെ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞ ബേസിക് സയൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, കുറേ ഉണ്ട് പഠിക്കാൻ. അപ്പോൾ അത് പഠിക്കേണ്ട രീതിയിൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. സോ നമുക്ക് ഈ പറയുന്ന പഠിക്കുന്ന രീതി, അതായത് നമുക്കൊരു ടോപ്പർ സ്ട്രാറ്റജി പിടിച്ചു നോക്കിയാലോ. അപ്പോൾ ഈ ടോപ്പേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സർട്ടൻ കുട്ടികൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു തോട്ടാണത്. അതായത് കുറച്ച് എൻ്റെ ക്ലാസ്സിൽ ഇത്ര പേരുണ്ട്, അവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്, എന്നെ കൊണ്ട് നടക്കില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പഠിക്കുന്ന രീതി മാറ്റി നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ, എങ്ങനെയാണ് നമുക്കൊരു ടോപ്പിക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുക അല്ലേ, അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളും എന്തായി, ടോപ്പറായി. സോ കുറച്ച് ടോപ്പർ സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബേസിക് സയൻസിന് നിങ്ങൾക്ക് ടോപ്പർ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, കറക്റ്റ് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അടുത്ത ക്രിസ്മസ് എക്സാമിന് എനിക്ക് ബേസിക് സയൻസിൽ ഇത്ര മാർക്ക് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മളൊരു ലക്ഷ്യബോധം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താതെ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു ഗോൾ സെറ്റ് ചെയ്യുക, ഇത്ര മാർക്ക് എനിക്ക് വേണം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലേക്കാണ് നമ്മുടെ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്തു, പിന്നെ നമ്മളെ ഫുൾ ഫോക്കസ് അതിലേക്കാണ്. രണ്ടാമത്, ഓർഗനൈസ് യുവർ ടൈം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ബേസിക് സയൻസിന് നിങ്ങൾ വളരെ കുറച്ച് സമയമായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കറക്റ്റായിട്ട് ടൈമിന് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവില്ല, ചാപ്റ്റേഴ്സ് പഠിച്ച് തീരുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാ ചാപ്റ്ററും ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്ക് എല്ലാ ചാപ്റ്ററും തീരുന്ന രീതിക്ക് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈമിനെ നിങ്ങളൊന്ന് ഓർഗനൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ്. ഓക്കെ, അതായത് നമുക്ക് എല്ലാവർക്കും പല പല രീതിയായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, ഞാൻ കുറേ പഠിച്ചു മിസ്സേ, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു മിസ്സേ, പക്ഷേ എനിക്ക് മാർക്ക് കിട്ടിയില്ല. എനിക്ക് ഒരുപാട് മെസ്സേജൊക്കെ വരാറുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ. അങ്ങനെ അതിനുള്ളൊരു റീസൺ എന്താണെന്നറിയോ, നമ്മൾ പഠിക്കേണ്ട രീതി പഠിക്കാനായിട്ടാണ്. അപ്പുറത്തിരിക്കുന്ന ആൾ ഉറക്ക വായിച്ച് പഠിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഉറക്ക വായിച്ച് പഠിച്ചിട്ടാണ് നമുക്ക് ഓർമ്മ വരേണ്ടതെന്ന് നിർബന്ധമില്ല. ഓക്കെ, ചിലപ്പോൾ നമുക്ക് മിണ്ടാതിരുന്ന് വായിക്കുന്നതായിരിക്കും നമ്മളുടെ ലേണിംഗ് സ്റ്റൈൽ, അല്ലെങ്കിൽ ചിലപ്പോൾ പഠിപ്പിച്ച് പഠിക്കുന്നതായിരിക്കും നമ്മളുടെ ലേണിംഗ് സ്റ്റൈൽ, അല്ലെങ്കിൽ എഴുതി പഠിക്കുന്നതായിരിക്കും നമ്മുടെ ലേണിംഗ് സ്റ്റൈൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ടെക്നിക്ക് ഏതാണെന്ന് ട്രൈ ചെയ്ത് കണ്ടുപിടിക്കാം. അതേപോലെ നിങ്ങൾക്ക് കുറച്ച് മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുക. ഓക്കെ, അതാണ് എഫക്റ്റീവ് സ്റ്റഡി ടെക്നിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നൊന്ന്, നമ്മൾ എപ്പോഴും കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുക. ഇപ്പം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യരുത്, ബെഡിൽ പോയിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് പഠിക്കുക. അങ്ങനെ നമ്മളൊരു ഒരു ഒരു ബോധമില്ലാത്ത രീതിക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സ്ഥലം നിങ്ങൾ സെറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ റൂമിൻ്റെ ഒരു കോർണറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ടേബിളും ചെയറും മതി, ഇത്രയും മതി. ഓക്കെ, ആ ഒരു സ്ഥലത്ത് മാത്രമേ നിങ്ങൾ ഇരുന്ന് പഠിക്കാൻ പാടുള്ളൂ. ആ സ്ഥലം പഠിക്കാനുള്ള സ്ഥലമാണ്. അവിടെ ബുക്സൊക്കെ വൃത്തിയാക്കി വയ്ക്കുക, എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പം തന്നെ പഠിക്കാനുള്ള ആ ഒരു മോട്ടിവേഷൻ നമുക്ക് വരും. ഓക്കെ, പിന്നൊന്ന്, സെൽഫ് ഡിസിപ്ലിൻ. ഓക്കെ, നമ്മൾ ഒരു കാര്യം നമുക്കത് ആദ്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഓർഡറിൽ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അയ്യോ വയ്യ എന്ന് മടി തോന്നും. പക്ഷെ ഒരു 5 ദിവസം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹാബിറ്റായിട്ട് മാറും. ഓക്കെ, അങ്ങനെ ഹാബിറ്റായിട്ട് മാറുമ്പോൾ നമ്മളത് താനെ ചെയ്യും. പല്ല് തേക്കാൻ ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറയണോ? വേണ്ടല്ലോ. അതേപോലെ. ഓക്കെ, പിന്നെ ചെയ്യുന്ന കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ബേസിക് സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. സോ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ട് അതിനുശേഷം നിങ്ങൾ പഠിക്കുന്ന ആ ഒരു പാറ്റേൺ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുക. ഇന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയരുത്, ഗിവ് അപ്പ് ചെയ്ത് കളയരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ട്രാക്ക് കയറുക തന്നെ ചെയ്യും. ഓക്കെ, പിന്നൊന്നെന്ന് പറയുന്നത്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു, ഞാൻ ഇവിടെ സ്റ്റക്കായി പോവാണ്, എനിക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഹെൽപ്പ് സീക്കാം ആരുടെന്നെങ്കിലും. ഓക്കെ, അതായത് ഇപ്പം നിങ്ങളുടെ ട്യൂഷന് പോകുന്ന സ്ഥലമാവാം, നമ്മളെ ക്ലാസ് കാണുന്നതാവാം, അങ്ങനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഗൈഡ് നോക്കുന്നതാവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ഹെൽപ്പ് നമ്മൾ എടുക്കണം. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ സ്ട്രാറ്റജി കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കില്ല നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ, ഇതെന്തായാലും വരും, ഇത് നല്ലോണം പഠിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുമ്പോൾ അവിടെ എന്താണ്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയാണ്. ഓക്കെ, ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, പ്രത്യേകിച്ച് ബേസിക് സയൻസിനൊക്കെ ലൈവുകളിൽ എന്തായാലും എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരും. സോ ആ പോർഷൻസ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിച്ച്, ബാക്കിയുള്ള പോർഷൻസ് പഠിക്കണം, ആ പോർഷൻസ് സ്ട്രെസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല സ്കോർ വാങ്ങാനായിട്ട് പറ്റും.
ഓക്കെ, പിന്നൊന്നെന്ന് പറയുന്നത് യൂട്ടിലൈസ് റിസോഴ്സസ്. നിങ്ങൾക്കറിയാം നമ്മുടെ ബേസിക് സയൻസിന് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഈവൻ നമ്മുടെ ക്ലാസ്സും ഒരു റിസോഴ്സാണ്. പണ്ടെന്നല്ല മിസ്സൊക്കെ പഠിക്കുന്ന കാലത്ത് വരെ എന്താണ് ഇത്രയും റിസോഴ്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഏറിപ്പോയാൽ 2 ഗൈഡ് കിട്ടും, അതല്ലാതെ ഇത്രയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക്, ഇപ്പോൾ ബേസിക് സയൻസിലെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഈ സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ കോൺസെപ്റ്റാണ്. നിങ്ങൾ ചുമ്മാ ഒന്ന് യൂട്യൂബ് കയറിയിട്ട് നിങ്ങൾ അടിച്ചു നോക്കുക ഇതിൻ്റെ ആനിമേറ്റഡ് വീഡിയോ. ഓക്കെ, അങ്ങനെ അടിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു പ്രോസസ്സിൻ്റെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോട്ടോസിന്തസിസ് എടുക്കുക, പ്രകാശ സംശ്ലേഷണം എടുത്തിട്ട് നിങ്ങളൊന്ന് ചുമ്മാ ആനിമേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് അതിൻ്റെ ആനിമേഷനൊക്കെ കിട്ടും. അപ്പോൾ അത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ചുറ്റും ഒരുപാട് റിസോഴ്സ് ഉണ്ട്, അതെന്ത് ചെയ്യാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകളും നിങ്ങൾക്ക് എങ്ങനെ ക്ലിയർ ആക്കി പഠിക്കാമെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആവും. ഓക്കെ, ഇനി അടുത്തത് വിഷ്വലൈസ് സക്സസ്. എപ്പോഴും എന്നെ കൊണ്ട് ബേസിക് സയൻസ് പഠിച്ചിട്ട് കാര്യമില്ല, എന്നെ കൊണ്ട് ബേസിക് സയൻസിൽ മാർക്ക് കിട്ടില്ല, ഇങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടില്ല. നമ്മൾ തന്നെ ബിലീവ് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ അതിന് എന്ത് ചെയ്യണം, നമ്മുടെ വിൽ പവർ കൂട്ടാൻ വേണ്ടി നമ്മളെപ്പോഴും നമ്മളെ മനസ്സിലിങ്ങനെ കാണാം, നമുക്ക് പേപ്പർ കിട്ടുന്നു, ഫുൾ മാർക്സ് കിട്ടുന്നു, ടീച്ചർ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, അച്ഛനും അമ്മയും കെട്ടിപ്പിടിക്കുന്നു, സന്തോഷിക്കുന്നു, ആനന്ദക്കണ്ണീര് വരുന്നു, ഇങ്ങനെ അല്ലേ ഒരുപാട്. നിങ്ങൾക്ക് പ്രൈസസ് ഒക്കെ ആരെങ്കിലും നിങ്ങൾക്ക് ഇത്ര മാർക്ക് വാങ്ങിച്ചാൽ ഗിഫ്റ്റ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, ആ ഒരു കോൺഫിഡൻസ്, അത് ചെയ്യണം എന്നുള്ള ആ ഒരു വിൽ പവർ നമുക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ സക്സസ്സിനെ വിഷ്വലൈസ് ചെയ്യണം. അതിനുശേഷം സ്റ്റേ മോട്ടിവേറ്റഡ്. ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ, നമുക്ക് പകുതിക്കെന്ന് വെച്ചിട്ട് എന്തായി പോവും, ഈ മോട്ടിവേഷനൊക്കെ പോയി പോവും. അതിനുള്ള റീസൺ എന്താ, നമ്മളിലുള്ള വിശ്വാസം കളയുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യണം, ആ ഒരു വിശ്വാസം നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള മോട്ടിവേഷൻ. ഏതൊരു ടോപ്പറിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചാലും അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു പോയിന്റിൽ ഡൗൺ ആയി പോയിട്ടുണ്ടാകും. പക്ഷേ ആ ഡൗൺ ആയോടന്ന് ഗിവ് അപ്പ് ചെയ്യാതെ എണീക്കുക എന്നുള്ളതിലാണ് നമ്മുടെ കാര്യം. ഓക്കെ, അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. ആൻഡ് നമ്മളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതിനെ മാറ്റർ ചെയ്യും. അപ്പോൾ നമ്മൾ ബേസിക് സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും കൺസെപ്റ്റുകളും പേരുകൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്തിരിക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിനും നമ്മുടെ മൈൻഡും ഒക്കെ ക്ലിയർ ആയിരിക്കണം അല്ലേ. അത് ക്ലിയർ ആവാൻ വേണ്ടി നമ്മൾ ഈ ഒരുപാട് ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ മാത്രം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണവും കുഴക്കവും നമ്മുടെ ബ്രെയിനൊക്കെ ടയേർഡായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ടോപ്പിക്സ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഓർമ്മിക്കാനോ ഒന്നും പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ വിറ്റമിൻസും മിനറൽസും ഒക്കെ കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക, എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമ്മൾ ബേസിക് സയൻസ് നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഏത് നിങ്ങൾക്കറിയാം ഇപ്പം അങ്ങനെ ഡിവൈഡഡ് അല്ല, ബേസിക് സയൻസ് എന്നാണ്. അതിൽ ഏത് ചാപ്റ്റർ എടുത്താലും ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും ഓക്കെ സെറ്റ്, നമ്മൾ ഈ കോൺസെപ്റ്റ് പഠിച്ചു. പക്ഷെ നമ്മൾ എക്സാമിന് പോകുമ്പോൾ മാർക്ക് കിട്ടാത്ത മെയിൻ റീസൺ എന്താണെന്നറിയോ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാത്തതാണ്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓക്കെ ഈ കോൺസെപ്റ്റിന് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, ഇങ്ങനെയാണ് നമ്മൾ അതിന് ആൻസർ എഴുതേണ്ടത് എന്ന് നമുക്ക് കിട്ടുക എപ്പോഴാണ്, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആവുന്ന എപ്പോഴാണ്, ആ ചാപ്റ്റർ പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ്. ഓക്കെ, സോ അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചു എന്ന് പറയാം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ എക്സാമിന് അല്ലേ. പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇപ്പോൾ ഇക്കൊല്ലം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയാനില്ല, പുതിയ ടെക്സ്റ്റാണ്. പക്ഷേ നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് കഴിഞ്ഞ കൊല്ലത്തെ ചാപ്റ്റേഴ്സുമായിട്ട് സിമിലർ ആണ്. സോ നിങ്ങൾക്ക് PYQs റെഫർ ചെയ്യാവുന്നതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം. നമ്മുടെ ലൈവുകളിലും എന്തുണ്ടാകും, നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിലേക്കാണ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പം നമ്മളുടെ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ലെറ്റസസ് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റേ പോസിറ്റീവ്. ഇത്രയാണ് മിസ്സിന് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബേസിക് സയൻസ് എന്ന് പറയുന്നത് വലിയൊരു മലയൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഈ ടെക്നിക്സ് ഒക്കെ എൻ്റെ കുട്ടികളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ.